നമസ്കാരം. മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഉണ്ടാകുന്നത്. കാരണം ആദ്യം പറയേണ്ടത് എൻ്റെ പേരിനെ കുറിച്ചിട്ടാണ്. ഈ ഉണ്ടപ്പക്രു എന്നുള്ള പേര് എൻ്റെ വീട്ടിലും എന്നെ വളരെ അടുത്ത് സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല. അവരൊക്കെ എന്നോട് പറയുന്നത് അത് ചീത്ത പേരാണെന്നാണ്. അപ്പോൾ അങ്ങനെ പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ തേടി ഗിന്നസിൻ്റെ സർട്ടിഫിക്കറ്റ് എത്തുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് തന്നെ ആ സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ സർട്ടിഫിക്കറ്റ് തന്നുകൊണ്ട് പറഞ്ഞത് ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ അദ്ദേഹം വിളിച്ചു. അന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഈ ഉണ്ടപ്പക്രു എന്നുള്ള പേര് മാറ്റി ഗിന്നസ് പക്രു എന്നാക്കിയാലോ എന്ന്. അപ്പോൾ മമ്മൂക്കയുടെയും അതുപോലെ തന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെയൊക്കെ ഒരു തീരുമാനപ്രകാരം എൻ്റെ പേരെങ്ങനെ മാറ്റിയാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ആ ചീത്ത പേര് മാറ്റി എനിക്കൊരു നല്ല പേരുണ്ടാക്കി തന്ന ആളാണ് മമ്മൂക്ക. അദ്ദേഹത്തോടൊപ്പം ആദ്യം ഒരു ഷോട്ടിലാണ് ഞാൻ വരുന്നത്. അത് അണ്ണൻ തമ്പി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് സീനിലാണ്. അതിനുശേഷം പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിലൂടെ ഏതാണ്ട് ഒരു 90 ദിവസത്തോളം എനിക്ക് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാനും അദ്ദേഹത്തെ കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ അഭിനയം നോക്കി നിന്നൊരു കുട്ടിയെപ്പോലെ പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. സാധാരണ എൻ്റെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്നൊരു കൺസെപ്റ്റ് അതെല്ലാം പൊളിച്ചെഴുതേണ്ട രീതിയിലായിരുന്നു മമ്മൂക്കയ്ക്ക് ഞങ്ങളോടുള്ള, പ്രത്യേകിച്ച് എന്നോടുള്ള സമീപനം. എനിക്ക് ആദ്യം അദ്ദേഹത്തോട് അടുക്കാനൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട്, എന്താ പറയുക, നമ്മുടെ വീട്ടിൽ വരെ വന്ന് നമ്മളോടൊപ്പം സഹകരിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാലും ഒരു വലിയ മനസ്സ് കാണിച്ച ഒരു വലിയ നടനാണ്. മമ്മൂക്കയുടെ അഭിനയത്തെപ്പറ്റിയൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം അത് മലയാള പ്രേക്ഷകർക്കും ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കും ഒക്കെ അത് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ അമരം എന്ന ചിത്രത്തിൽ വികാരനൗകയുമായി വന്നൊരു പാട്ട് രംഗത്തിൽ അതിൻ്റെ ഒടുവിൽ അദ്ദേഹം കടലിലെ മണ്ണ്, അതായത് ആ മണ്ണിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു സീനുണ്ട്. ആ ഒരു ഷോട്ട് ശരിക്കും നമുക്ക് നമ്മുടെ കരളലിയിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന നടനെ നമുക്ക് ആ കഥാപാത്രത്തിലൂടെ, അമരത്തിലെ കഥാപാത്രത്തിലൂടെ കാണാം. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടമാണ്. എന്നാൽ തന്നെ മമ്മൂക്ക ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും, വടക്കൻ വീരഗാഥയിലെ ചന്തു, അതുപോലെ പൊന്തന്മാട, നിരവധി വേഷങ്ങൾ, ഇതെല്ലാം മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ തന്നെ ഒരുപാട് സിനിമകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ എല്ലാ ആശംസകളും നേരുന്നു. മമ്മൂക്കയുടെ എല്ലാ ഫാൻസിനും, മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം.